അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ദ വിങ്സ് ഓഫ് ഡ്രീംസ്. വിങ്സ് ഓഫ് ഡ്രീംസിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇതിനകത്ത് പറയാത്ത ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ യൂണിറ്റിലേക്ക് കിടക്കാം. യൂണിറ്റിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ വളരെ മനോഹരമായ ഒരു പടം തന്നിട്ടുണ്ട്. അതിന് താഴെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട്സ് തന്നിട്ടുണ്ട്. ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. സ്വപ്നങ്ങളാണ് ചിന്തകളായിട്ട് മാറുന്നത്, ചിന്തകൾ പ്രവൃത്തികളായി മാറുന്നു. ഇനി നമുക്ക് യൂണിറ്റിലേക്ക് പോവാം. ദ ഡോർവേ, പേജ് നമ്പർ 36. അതിനകത്ത് 2 ട്രെയിനിൻ്റെ പടം തന്നിട്ടുണ്ട്. താഴെ എഴുതിയിരിക്കുന്നു: ഇൻ ദി പിക്ചേഴ്സ് ഗിവൺ എബവ് യു ക്യാൻ സീ 2 ട്രെയിൻസ്. ആർ ദീസ് ട്രെയിൻസ് ഡിഫറെൻറ്റ് ഇൻ എനി വേ? ഹൗ ആർ ദേ ഡിഫറെൻറ്റ്? ഈ 2 ട്രെയിനുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവരെങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ആദ്യത്തെ ട്രെയിന് കൽക്കരി കൊണ്ട് ഓടുന്നതാണ്, അതിന് പുകയൊക്കെ വരുന്നുണ്ട്. രണ്ടാമത്തേത് ഒരു ഇലക്ട്രിക് ട്രെയിനാണ്, പുതിയ മോഡലാണ്. ഹാവ് യു എവർ ട്രാവൽഡ് ബൈ ട്രെയിൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേർണി? ആ ട്രെയിൻ ജേർണിയിൽ നിങ്ങളുടെ അനുഭവം എന്താണ്? ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനുഭവം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യൂ. ഇനി നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. പേജ് നമ്പർ 37ലും ഒരു ചെറിയ ട്രെയിൻ തന്നിട്ടുണ്ട്. ആ ട്രെയിനിൽ നിറയെ ടോയ്സ് ഉണ്ട്, അല്ലേ? പലതരത്തിലുള്ള ടോയ്സ് ഉണ്ട്. ദ ലിറ്റിൽ ട്രെയിൻ റാൻ എലോങ് ദ ട്രാക്സ്. ആ ചെറിയ ട്രെയിൻ ട്രാക്കിലൂടെ ഓടുകയായിരുന്നു. ഷി വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. അത് വളരെ സന്തോഷവതിയായ ഒരു ചെറിയ ട്രെയിൻ ആയിരുന്നു. ഹെർ കാർസ് വെയർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള എല്ലാ നല്ല സാധനങ്ങളും അതിനകത്തുണ്ടായിരുന്നു. There were all kinds of toy animals. അതിനകത്ത് പലതരത്തിലുള്ള കളിപ്പാട്ട മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്, ടെഡി ബിയേഴ്സ് വിത്ത് നോ നെക്സ് ആൻഡ് ഈവൻ എ ബേബി എലഫൻറ്റ്. ഒത്തിരി ഉയരമുള്ള കഴുത്തുള്ള ജിറാഫും ഒട്ടും ഉയരമില്ലാത്ത കഴുത്തുള്ള ടെഡി ബിയറും അതുപോലെ ഒരു കൊച്ചു എലിഫൻറ്റും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. There were all kinds of dolls too. ധാരാളം പാവകളും അതിനകത്തുണ്ട്. ആരൊക്കെയാണ് പാവകൾ? ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ. നല്ല നീല കണ്ണുകളും സ്വർണ്ണ തലമുടിയുമുള്ള പാവ. ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ. ബ്രൗൺ കണ്ണുകളും ബ്രൗൺ തലമുടിയുമുള്ള പാവ. ആൻഡ് ഫണ്ണിയസ്റ്റ് ടോയ് ക്ലൗൺ യു എവർ സോ. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല തമാശ നിറഞ്ഞ ഒരു ക്ലൗണും ഉണ്ട്. There were toy trucks, airplanes and boats. അതിനകത്ത് ട്രക്സ് ഉണ്ട്, എയർപ്ലെയിൻസ് ഉണ്ട്, ബോട്ടുണ്ട്. There were picture books, games and drums to play. ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും കളിപ്പാട്ടങ്ങളും ബുക്കുകളും ഒക്കെയുള്ളൊരു ട്രെയിനാണ്. The little train carried every kind of toy that boys or girls would play with. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള ടോയ്സും അതിനകത്തുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഓൾ. പക്ഷേ ഈ കളിപ്പാട്ടങ്ങൾ മാത്രമല്ല അതിനകത്തുള്ളത്. പിന്നെ എന്തുണ്ട്? ദ ട്രെയിൻ ക്യാരിഡ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. കഴിക്കാൻ ആവശ്യമായ സാധനങ്ങളും ഈ ട്രെയിനകത്തുണ്ട്. ബിഗ് റൗണ്ട് ഓറഞ്ചസ്. വലിയ ഓറഞ്ചുകളുണ്ട്. ഫാറ്റ് റെഡ് ആപ്പിൾസ്, ലോങ് യെല്ലോ ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക് ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. എന്തൊക്കെയുണ്ട്? ഓറഞ്ച് ഉണ്ട്, വെണ്ണയുണ്ട്, റെഡ് ആപ്പിൾസ് ഉണ്ട്, ബനാനയുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള തണുത്ത പാലുണ്ട്, അതുപോലെ ആഹാരത്തിന് ശേഷം കഴിക്കാനുള്ള ലോലിപോപ്സും ഉണ്ട്. ദ ലിറ്റിൽ ട്രെയിൻ വാസ് ടേക്കിംഗ് ഓൾ ദീസ് ഗുഡ് തിങ്സ് ടു അതർ സൈഡ് ഓഫ് ദി മൗണ്ടൻ. ഇതെല്ലാം ഈ ട്രെയിൻ കൊണ്ടുപോകുന്നത് പർവ്വതത്തിനപ്പുറത്തുള്ള കുട്ടികൾക്ക് കൊടുക്കാനാണ്. ഹൗ ഹാപ്പി ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സീ മീ. ആ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്നെ കാണുമ്പോൾ എത്ര സന്തോഷമാവും. സെഡ് ദ ലിറ്റിൽ ട്രെയിൻ. ട്രെയിൻ സ്വയം പറഞ്ഞു. ദേ വിൽ ലൈക്ക് ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ദാറ്റ് ഐ ആം ബ്രിങ്ങിങ്. അവർ ഈ കളിപ്പാട്ടങ്ങളും ഞാൻ കൊണ്ടുകൊടുക്കുന്ന ആഹാരങ്ങളുമെല്ലാം ഇഷ്ടപ്പെടുമായിരിക്കും. ബട്ട് ഓൾ അറ്റ് വൺസ് ദ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഹാപ്പി ട്രെയിൻ മുന്നോട്ട് പോകുമ്പം അത് പെട്ടെന്ന് നിന്നുപോയി. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ട്രെയിൻ സ്റ്റോപ്പ് ആയിപ്പോയി. ഇനി പേജ് നമ്പർ 39 ആണ്. ഓ
dear, said the little train. What can be the matter? എന്തായിരിക്കും കാര്യം? സ്വയം ലിറ്റിൽ ട്രെയിൻ ചോദിക്കുകയാണ്, എന്തായിരിക്കും കാര്യം? ഷീ ട്രൈഡ് ടു സ്റ്റാർട്ട് അപ്പ് എഗെയിൻ. വീണ്ടും ആ പോവാനായിട്ട് ശ്രമിച്ചു നോക്കി, വീണ്ടും സ്റ്റാർട്ട് ആവാൻ ശ്രമിച്ചു നോക്കി. ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ്, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ബട്ട് ഹർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. പക്ഷേ അവളുടെ വീലുകൾ അനങ്ങുന്നില്ല, അതായത് ആ ട്രെയിനിൻ്റെ വീലുകൾ അനങ്ങുന്നേയില്ല. വി ക്യാൻ ഹെൽപ്പ്, സെഡ് ദ ടോയ് ആനിമൽസ്. ആ സമയത്ത് ആ മൃഗങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. They tried to push the clown and the animals climbed out of their cars. The clown and the animals, അതായത് ആ ക്ലൗണും ആനിമൽസും എല്ലാവരും കൂടി ആ കാർസിൽ നിന്നിറങ്ങി. കാർസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ബോഗിയാണ്. ആ ബോഗിയിൽ നിന്നിറങ്ങി തള്ളാനായിട്ട് ആരംഭിച്ചു. They tried to push the little train. അവരിങ്ങനെ തള്ളി നോക്കി, പുഷ് ചെയ്ത് നോക്കി, പക്ഷേ അത് മൂവ് ചെയ്യുന്നില്ല. And they got out and tried to push. വീണ്ടും വീണ്ടും അവർ ശ്രമിച്ചു. Still the little train did not move. The toys and dolls did not know what to do. അപ്പം ലിറ്റിൽ ട്രെയിന് എങ്ങനെ ശ്രമിച്ചിട്ടും മൂവ് ചെയ്യുന്നില്ല. ആദ്യം ആ ആനിമൽസും ക്ലൗണും എല്ലാം കൂടി ഇറങ്ങി വന്ന് തള്ളി. അതിനുശേഷം ആ പാവകൾ ഇറങ്ങി വന്നു. എങ്ങനെയുള്ള പാവകൾ? നീല കണ്ണുകളുള്ള, ബ്രൗൺ കണ്ണുകളുള്ള പലതരത്തിലുള്ള പാവകളുണ്ട്. അവരെല്ലാവരും ശ്രമിച്ചിട്ടും ലിറ്റിൽ ട്രെയിൻ മുന്നോട്ട് പോകുന്നേയില്ല. ജസ്റ്റ് ദെൻ a shiny new engine came puffing down another track. ആ സമയത്താണ് വളരെ ഷൈനി ആയിട്ടുള്ള, ഷൈനി എന്ന് പറഞ്ഞാൽ എന്താ, തിളക്കമുള്ള ഒരു പുതിയ എൻജിൻ ഘടിപ്പിച്ച ട്രെയിൻ മറ്റൊരു ട്രാക്കിലൂടെ വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മേ ബി ദാറ്റ് എൻജിൻ ക്യാൻ ഹെൽപ്പ് us. ആ ട്രെയിനിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റും. ക്രൈഡ് ദ ക്ലൗൺ. ഹി ബിഗാൻ ടു വേവ് എ റെഡ് ഫ്ലാഗ്. ആ ക്ലൗണ് ഒരു ചുവന്ന കൊടി എടുത്ത് വീശി. അതായത് ഷൈനി ആയിട്ടുള്ള ആ പുതിയ ട്രെയിനിന് കാണാൻ വേണ്ടിയിട്ട് ഒരു റെഡ് ഫ്ലാഗ് എടുത്ത് വീശി. ദ ഷൈനി ന്യൂ എൻജിൻ സ്ലോ ഡൗൺ. അത് പതുക്കെ പതുക്കെ സ്പീഡ് കുറച്ചു. ഈ റെഡ് ഫ്ലാഗ് കണ്ടപ്പോൾ അത് സ്പീഡ് കുറച്ചു. ദ ഡോൾസ് ആൻഡ് ടോയ്സ് കോൾഡ് ഔട്ട് ടു ഹിം. അപ്പോൾ ഡോൾസും ടോയ്സും എല്ലാവരും കൂടി അതിനോട് പറഞ്ഞു, അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളുടെ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല. ദേ സെറ്റ്, പ്ലീസ് പുൾ അവർ ട്രെയിൻ ഓവർ ദ മൗണ്ടൻ. ഞങ്ങളെ ഒന്ന് വലിച്ചുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ അടുത്തേക്ക് പോകണം. ഇഫ് യു ഡു നോട്ട്, ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. നീ അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയില്ലെങ്കിൽ ആ പർവ്വതത്തിനടുത്തുള്ള ഗ്രാമത്തിലെ കുട്ടികൾക്ക് ടോയ്സും ഭക്ഷണവും ഒന്നും ഉണ്ടാവില്ല. ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി. ഷൈനി ന്യൂ എൻജിന് വളരെ സൗഹാർദ്ദപരമായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ അവൻ പറഞ്ഞു, യു വാണ്ട് മീ ടു പുൾ യു. ഞാൻ നിങ്ങളെ വലിച്ചുകൊണ്ട് പോകണമോ? പുള്ളെന്ന് പറഞ്ഞാൽ വലിക്കുക. ഞാൻ നിങ്ങളെ വലിച്ചുകൊണ്ട് പോകണമോ? ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചു. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ഡു. ഞാനതല്ല ചെയ്യേണ്ടത്, എനിക്ക് വേറെ ജോലിയുണ്ട്. എന്താണ് ജോലി? ഐ ക്യാരി പീപ്പിൾ. ഞാൻ ജനങ്ങളെയും വഹിച്ചുകൊണ്ട് പോകുന്ന ട്രെയിനാണ്. ദേ സിറ്റ് ഇൻ കാർസ് വിത്ത് സോഫ്റ്റ് സീറ്റ്. ദേ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ, ജനങ്ങൾ, പീപ്പിൾ. ദേ സിറ്റ് ഇൻ കാർസ് വിത്ത് സോഫ്റ്റ് സീറ്റ്സ്. എൻ്റെ ബോഗിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് ഉണ്ട്. ദേ ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോസ്. അവർ ജനലിന് പുറത്തേക്ക് നോക്കിയിരിക്കാറുണ്ട് ആൾക്കാർ. ദേ ഈറ്റ് ഇൻ എ നൈസ് ഡൈനിങ് കാർ. അവർക്ക് ആഹാരം കഴിക്കാനായിട്ടുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. ദേ ഈവൻ സ്ലീപ്പ് ഇൻ എ ഫൈൻ സ്ലീപ്പിംഗ് കാർ. അവർക്ക് ഉറങ്ങാനായിട്ട് സൗകര്യങ്ങളുണ്ട്. ഹൗ ഡെയർ യു ആസ്ക് മീ. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോട് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകണമെന്ന് പറയാൻ? കാരണം എനിക്ക് ഇത്രയേറെ സൗകര്യങ്ങളുള്ള ഒരു ട്രെയിനാണ് അല്ലേ, ഞാൻ ഇത്രയേറെ ആൾക്കാരെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പം ഇത്രയും ബിസി ആയിട്ട് ജോലിയുള്ള ഒരാളായ എന്നോട് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ചോദിക്കുന്നത്. ഡെയർ എന്ന് പറഞ്ഞാൽ ധൈര്യം, ധൈര്യം. ഹൗ ഡെയർ യു ആസ്ക് മീ, എങ്ങനെ ധൈര്യം വന്നു? The shiny new engine went without another word. How sad were all the toys and dolls. അപ്പം മറ്റൊന്നും പറയാതെ ആ ട്രെയിന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഈ കുട്ടികൾക്ക്, ഈ ടോയ്സിന്, അതായത് ഈ പാവകൾക്കും ഈ കളിപ്പാട്ടങ്ങൾക്കും എത്ര സങ്കടം വന്നിട്ടുണ്ടാവും. ദെൻ ദ ടോയ് ക്ലൗൺ കോൾഡ് ഔട്ട്, ഹിയർ കംസ് അനദർ എൻജിൻ. അപ്പോഴേ ക്ലൗൺ അലറി വിളിച്ചു, ദാ അടുത്ത ഒരു എൻജിൻ വരുന്നുണ്ട്. എ ബിഗ് സ്ട്രോങ് വൺ. ഇനി വരുന്നത് എങ്ങനെയാണ്? ബിഗ് സ്ട്രോങ് വൺ. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് us. അഗെയിൻ ദ ക്ലൗൺ വേവ്ഡ് ഹിസ് ഫ്ലാഗ്. വീണ്ടും ആ ക്ലൗണ് തൻ്റെ കൊടിയെടുത്ത് വീശി.
The big strong engine came to a stop. അങ്ങനെ ആ ട്രെയിൻ നിർത്തി. The toys and dolls called out together, please help us, ബിഗ് സ്ട്രോങ് എൻജിൻ. അപ്പം ഈ ടോയ്സ് എല്ലാവരും കൂടി അതിനോട് സഹായം അഭ്യർത്ഥിച്ചു, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അവർ ട്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്, ഞങ്ങളുടെ ട്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ബട്ട് യു ക്യാൻ പുൾ ആസ് ഓവർ ദ മൗണ്ടൻ, നിങ്ങൾ ഞങ്ങളെ ഒന്ന് വലിച്ചുകൊണ്ട് പോയാൽ മതി, ഈ ട്രെയിൻ ഒന്ന് വലിച്ചുകൊണ്ട് പോയാൽ മതി. യു മസ്റ്റ് ഹെൽപ്പ് ആസ് ഓർ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ് ടു പ്ലേ വിത്ത് ഓർ ഗുഡ് ഫുഡ് ടു ഈറ്റ്. അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് നല്ല ആഹാരമോ നല്ല കളിപ്പാട്ടമോ കിട്ടുകയില്ല, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് വലിച്ചുകൊണ്ട് പോകണം. ബട്ട് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഹെൽപ്പ്. നമ്മുടെ ഷൈനി ന്യൂ എൻജിനെ പോലെ തന്നെയാണ് ഈ ബിഗ് ട്രെയിനും ഇവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡു നോട്ട് പുൾ ടോയ്സ്, ഹീ സെഡ്, ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്. അപ്പോൾ എന്താണ് സ്ട്രോങ് എൻജിൻ പറഞ്ഞത്? ഞാൻ ഇങ്ങനെ ടോയ്സിനെ ഒന്നും വലിച്ചുകൊണ്ട് പോവില്ല, എൻ്റെ ബോഗിയിൽ അല്ലെങ്കിൽ എൻ്റെ കാർസിലെല്ലാം വളരെ ഭാരമുള്ള വസ്തുക്കളാണ് ഉണ്ടാവുക, അതിനെ വലിച്ചുകൊണ്ട് പോകാനേ എനിക്ക് താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞു. I pull big trucks. I have no time to help you. And away puffed a big strong engine without a word. മറ്റൊന്നും പറയാതെ ആ ട്രെയിനും അവിടെ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെ 2 ട്രെയിൻ വന്നിട്ടും അവരെ സഹായിച്ചില്ല. ഇനി അടുത്ത പേജ് നമ്പർ 42. The little train was no longer happy and the dolls and toys were ready to cry. അങ്ങനെ സന്തോഷിച്ചു വന്ന ലിറ്റിൽ ട്രെയിനിൻ്റെ എല്ലാ സന്തോഷവും പോയി. അതിനകത്തെ ടോയ്സും ഡോൾസും അവരെല്ലാവരും കരയാറായി. ബട്ട് ദ ക്ലൗൺ കോൾഡ് ഔട്ട്, ലുക്ക് ലുക്ക് അനദർ എൻജിൻ ഈസ് കമ്മിങ്. അപ്പോൾ ക്ലൗണ് അലറി വിളിച്ചു, അതാ അടുത്ത എൻജിൻ വരുന്നു, ആ ലിറ്റിൽ ബ്ലൂ എൻജിൻ. ഇപ്പോൾ വരുന്ന എന്താണ്? ആ ലിറ്റിൽ ബ്ലൂ എൻജിൻ. A very little one. Maybe this engine will help us. The little blue engine was a happy engine. She saw the clown waving his red flag and stopped at once. അപ്പം നീല നിറത്തിലുള്ള ഒരു ചെറിയ എൻജിനാണ് വീണ്ടും വരുന്നത്. അപ്പോഴും നമ്മുടെ ക്ലൗൺ ഈ ചെറിയ ഫ്ലാഗ് കൊടിയെടുത്ത് വീശിച്ചു, റെഡ് കളറിലുള്ളത്. അത് കണ്ടപ്പോൾ ആ ചെറിയ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. വാട്ട് ഈസ് ദ മാറ്റർ, ഷീ ആസ്ക്ഡ് കൈൻഡ്ലി. കൈൻഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ദയോടെ അവൾ ചോദിച്ചു, എന്താണ് കാര്യം? ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ, ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ബോയ്സ്. ആ കാര്യം പറഞ്ഞു വന്നപ്പോഴേ നമ്മുടെ ടോയ്സും ഡോൾസും എല്ലാം കരയാൻ തുടങ്ങി. Will you pull us over the mountain? Our engine is not working. If you do not help, the boys and girls will have no toys or good food. നിങ്ങൾ ഞങ്ങളെ ഒന്ന് വലിച്ചുകൊണ്ട് പോകുമോ? ഞങ്ങളുടെ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ ഞങ്ങളെ വലിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ കുട്ടികൾ, അതായത് ആ പർവ്വതത്തിനടുത്തുള്ള കുട്ടികൾക്ക് നല്ല ആഹാരമോ നല്ല കളിപ്പാട്ടമോ ഒന്നും ഉണ്ടാവില്ല. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് us. അതുകൊണ്ട് ദയവായി ഞങ്ങളെ ഒന്ന് സഹായിക്കണം. Oh my dears, said the little blue engine, I am not very big and I do not pull trains. I just work in the yards. I have never been over the mountain. അപ്പം ബ്ലൂ എൻജിൻ എന്താണ് പറഞ്ഞത്? ഞാൻ വളരെ ചെറുതാണ്, ഞാൻ വലുതൊന്നുമല്ല, ഞാൻ ഇതുവരെ ട്രെയിൻ വലിച്ചിട്ടില്ല. I just work in the yards. ഞാൻ റെയിൽവേ സ്റ്റേഷൻ, ട്രെയിൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ട്രെയിൻ മെക്കാനിസം ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ പണിയുന്ന അങ്ങനെയുള്ള യാർഡുകളിൽ മാത്രമാണ് ഞാൻ വർക്ക് ചെയ്യാറ്. ഐ ഹാവ് നെവർ ബീൻ ഓവർ ദ മൗണ്ടൻ. ഞാൻ പർവ്വതത്തിനടുത്തേക്കൊന്നും പോയിട്ടില്ല. ബട്ട് വി മസ്റ്റ് ഗെറ്റ് ദെയർ ബിഫോർ ദ ചിൽഡ്രൻ വേക്ക് അപ്പ്, സെഡ് ദ ടോയ്സ് ആൻഡ് ഡോൾസ്. ബട്ട് വി മസ്റ്റ് ഗെറ്റ് ദെയർ ബിഫോർ ദ ചിൽഡ്രൻ വേക്ക് അപ്പ്. പക്ഷേ കുട്ടികൾ ഉണരുന്നതിന് മുൻപ് ഞങ്ങൾക്ക് അവരുടെ അടുത്ത് എത്തേണ്ടതുണ്ട് എന്ന് ഈ കളിപ്പാട്ടം ഇവരോട് പറഞ്ഞു. കളിപ്പാട്ടങ്ങൾ ഈ ബ്ലൂ എൻജിനോട് പറഞ്ഞു. പ്ലീസ്, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലുക്ക്ഡ് അറ്റ് ദി ഡോൾസ് ആൻഡ് ടോയ്സ്. അപ്പോൾ അവർ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ആ ലിറ്റിൽ ബ്ലൂ എൻജിൻ അവരെ നോക്കി. ഷീ കുഡ് സീ ദാറ്റ് ദേ വെയർ നോട്ട് ഹാപ്പി. അവരെല്ലാം ദുഃഖത്തിലാണ് എന്ന് ബ്ലൂ എൻജിന് മനസ്സിലായി. ഷീ തോട്ട് അബൌട്ട് ദ ചിൽഡ്രൻ ഓൺ ദി അതർ സൈഡ് ഓഫ് ദി മൗണ്ടൻ. പെട്ടെന്ന് തന്നെ പർവ്വതത്തിനപ്പുറത്തുള്ള ആ കുട്ടികളെ പറ്റി ഈ ബ്ലൂ എൻജിൻ ചിന്തിച്ചു. വിത്തൗട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ദേ വുഡ് നോട്ട് ബി ഹാപ്പി എയ്തർ. ഇപ്പോൾ ഈ ഡോൾസും ടോയ്സും ഒന്നും ഹാപ്പിയല്ല, അതുപോലെ ഈ നല്ല ടോയ്സും ഡോൾസും ഫുഡും ഒന്നുമില്ലാതെ ആ കുട്ടികളും ഹാപ്പി ആയിരിക്കില്ല എന്ന് ലിറ്റിൽ എൻജിന് മനസ്സിലായി.
The little blue engine pulled up closer. She took hold of the little train. The toys and dolls climbed back to their cars. അപ്പോൾ ബ്ലൂ എൻജിൻ തയ്യാറായി. നമ്മുടെ ലിറ്റിൽ ഹാപ്പി ട്രെയിനെ വലിച്ചുകൊണ്ട് പോകാൻ നമ്മുടെ ബ്ലൂ എൻജിൻ തയ്യാറായി. ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലൈംഡ് ബാക്ക് ഇൻ ടു ദെയർ കാർസ്. അപ്പം ഈ പുറത്തിറങ്ങി നിന്ന നമ്മുടെ ടോയ്സും ഡോൾസും എല്ലാം തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് പോയി ഇരുന്നു. At last, the little blue engine said, I think I can climb up the mountain. I think I can. I think I can. അപ്പോൾ ലിറ്റിൽ എൻജിൻ എന്ത് പറഞ്ഞു? ഐ തിങ്ക് ഐ ക്യാൻ ക്ലൈംബ് അപ്പ് ദ മൗണ്ടൻ. എനിക്ക് ആ പർവ്വതത്തിൽ കയറാൻ പറ്റും. ക്ലൈംബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കയറുക അല്ലേ? ക്ലൈംബ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഐ തിങ്ക് ഐ ക്യാൻ. ഞാൻ വിചാരിക്കുന്നു എനിക്ക് പറ്റുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലിറ്റിൽ എൻജിൻ പതുക്കെ ഇതിനെ വലിക്കാൻ തുടങ്ങി. Then the little blue engine began to pull. അങ്ങനെ ആ നീല എൻജിൻ നമ്മുടെ ഹാപ്പി ലിറ്റിൽ ട്രെയിനെ വലിക്കാൻ തുടങ്ങി. She tugged and pulled. വീണ്ടും വീണ്ടും ശക്തിയായിട്ട് വലിച്ചു. ടഗ്ഡിൻ്റെ അർത്ഥവും വലിച്ചിൽ, പുൾ എന്നുള്ള അർത്ഥം തന്നെയാണ്. She pulled and she tugged. I think I can. I think I can, she said. Slowly, the train started to move. The dolls and toys began to smile and clap. വളരെ പതുക്കെ നമ്മുടെ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനകത്തുള്ള ഡോൾസും ടോയ്സും എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കാനായി തുടങ്ങി. Up the mountain went the little blue engine. And all the time she kept saying, I think I can. I think I can. I think I can. അതായത് ഈ പോകുന്ന വഴിയിലെല്ലാം നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ സ്വയം പറഞ്ഞുകൊണ്ട് പോവാണ്, എനിക്ക് അത് പറ്റും, എനിക്ക് അത് പറ്റും. ഏത്? നമ്മുടെ ഹാപ്പി ലിറ്റിൽ ട്രെയിനെ വലിച്ചുകൊണ്ട് പോവാൻ എനിക്ക് പറ്റും. അതായത് സ്വയം ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ദ ലിറ്റിൽ എൻജിൻ ക്ലൈംഡ്. പതുക്കെ കയറ്റം കയറാൻ തുടങ്ങി. അറ്റ് ലാസ്റ്റ് ഷി റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ. അവസാനം ആ മൗണ്ടൻ്റെ അടുത്തെത്തി. ഡൗൺ ബിലോ ലേ ദ സിറ്റി. അതിന് താഴെയായിട്ടാണ് സിറ്റി. ഹുറേ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ആനിമൽസ്. അവരെല്ലാവരും വളരെ ഹാപ്പിയോടെ ആർപ്പ് വിളിച്ചു. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി സോ ഹാപ്പി. ഓൾ ബിക്കോസ് യു ഹെൽപ്ഡ് അസ് ലിറ്റിൽ ബ്ലൂ എൻജിൻ സെഡ് ദ ടോയ് ക്ലൗൺ. അപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ ആ കുട്ടികളെല്ലാം, ആ ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാം വളരെ സന്തോഷവാന്മാരാവും. അതിന് കാരണം നിങ്ങളാണ് എന്ന് ടോയ് ക്ലൗൺ ലിറ്റിൽ ബ്ലൂ എൻജിനോട് പറഞ്ഞു. The little blue engine just smiled. But as she puffed down the mountain, the little blue engine seemed to say, I thought I could. I thought I could. I thought I could. ടോയ് ക്ലൗൺ വളരെയധികം നന്ദി നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിനോട് പറഞ്ഞപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ വളരെ നന്നായി ഒന്ന് സ്മൈൽ ചെയ്തു, വളരെ നന്നായി ചിരിച്ചു. അതിനുശേഷം താഴെ മൗണ്ടൻ്റെ താഴേക്ക് പോകുമ്പോൾ ആ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറഞ്ഞുകൊണ്ട് പോവാണ്, ഐ തോട്ട് ഐ കുഡ്. ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് കഴിയുമെന്ന്.